പറയ്. ചേട്ടാ ഒരു സോഡ തന്നെ. വെറും സോഡയാണോ? ആ വെറും സോഡ മതി. നല്ല തണുത്ത് നോക്കി എടുക്കണേ. ചേട്ടാ 2 ലേസ് തന്നേ. ആ ലൈസോ? പച്ചയുണ്ട്, നീലുണ്ട്, ചുമപ്പുണ്ട്. ഏതാ വേണ്ടേ? ആ പച്ച 2 എടുത്തോ. പച്ച ആയിക്കോട്ടെ. ഇതാ 10 രൂപ. ഇതെന്താ 10 രൂപയ്ക്ക് 500 നോട്ടോ? ചില്ലറതാ. 10ന്റെ നോക്കട്ടെ. ഓ ചില്ലറില്ലല്ലോ ചേട്ടാ. പിന്നെ ഉള്ളത് 500 നോട്ട് തന്നെയാ. ഞാൻ ചില്ലറക്ക് എവിടെ പോനാ? ഓരോന്നൊന്ന് കേറിക്കോളും. ഗൂഗിൾ പേ ഇല്ലേ ഇവിടെ? ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ? ഇവിടെ ഗൂഗിൾ പേ ഒന്നുമില്ല. എൻ്റെ എത്ര ചേട്ടാ? നിന്റെ ഒരു സോഡ അല്ലേ? 10 രൂപ. ബാക്കി 10 രൂപ അങ്ങോട്ട് തന്നെ അല്ലേ? സാറിൻ്റെ 10 രൂപ ബാലൻസ് ഉള്ളതല്ലേ, അത് കൊടുക്കുവോ? ഞാൻ സാറിന് ഗൂഗിൾ പേ ചെയ്യാം. ആ ആയിക്കോട്ടെ. ആ 10 രൂപ എടുത്തോ. ആ ഇപ്പൊ കറക്റ്റായി. ഭാഗ്യം, അല്ലെങ്കിൽ ആ 10 രൂപ പോയനെ. സാറിന്റെ GPay നമ്പർ ഒന്ന് പറഞ്ഞേ. ഓ ആ കുഴപ്പമൊന്നുമില്ല. 10 രൂപ അല്ലേ? ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല. സാർ നമ്പർ പറയ്. ആണോ? 98-475 3426. വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കണുള്ളൂ. ഇവിടെ നെറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അയച്ചു തരാം. അത് കുഴപ്പമൊന്നുമില്ലടോ. ഹലോ ഹലോ ആരാണ്? സാർ ഞാൻ ആ 10 രൂപ ബാലൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 10 രൂപയോ? ഏത്? ഇന്ന് രാവിലെ കൂൾ ഡ്രിങ്ക്സ് കടയിലത്തെ. ആ ആ ലേസ് വാങ്ങിയ ആളല്ലേ? ആ അതന്നെ അയച്ചണ്ടേ. അയ്യോ അത് 10 രൂപയുടെ കാര്യമല്ലുള്ളൂ. അതിനെന്തിനാ? വേണ്ടായിരുന്നു. അതല്ല, എനിക്ക് ആരെങ്കിലും ഒരു 10 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. ആ അതൊരു നല്ല ശീല. താങ്ക് യു സർ. സാറോ? അതെ, എന്നെ സാറൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. സാറിന്റെ പേര്? എൻ്റെ പേര് ഗോകുൽ. ഗോകുൽ? ആഹാ നല്ല പേരാണല്ലോ. ആണോ? താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാൻ SB ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു. ആഹാ കൊള്ളാലോ. ആ എന്താ പേര്? എന്റെ പേര് അശ്വതി. അശ്വതി? വീട്ടിൽ വിളിക്കുന്ന പേര് അച്ചു എന്നായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഹലോ ഇൻഷുറൻസ് ഏജന്റ് ഗോകുലല്ലേ? ആ അതെ അതെ അതെ. എനിക്കൊരു പോളിസിനെ കുറിച്ച് സംസാരിക്കാം. ഒരു 10 മിനിറ്റ്, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം കേട്ടോ. ഇത്തിരി തിരക്കിലാണ്. ഓക്കെ. ഹലോ ഗൂഗിൾ തിരക്കിലാണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഏയ് തിരക്കൊന്നുമില്ല. ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളൂ. ആണോ? ആ ആ ആ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ആ ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു. ഫുൾ കറക്കമല്ലേ? ഗൂഗിളിന് ഇതുവരെ കല്യാണം ഒന്നും ആയില്ലേ? ഏയ് ഒന്നും ആയിട്ടില്ല. മനസ്സിലാണെങ്കിൽ ഒരാളെ കിട്ടണ്ടേ? ആണോ? എന്തൊക്കെയാ ഡിമാൻഡ്സ്? അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് കടം പേടിച്ച കൊടുക്കുന്ന ആളായിരിക്കണം. ഓ അപ്പോൾ പെണ്ണ് കിട്ടാത്തിരി ബുദ്ധിമുട്ടാ. അത് ശരി. എൻ്റെ ഒരു കസിൻ ഉണ്ട്. അവള് ഗൂഗിളിൻ്റെ ഡിമാൻഡ്സ് കേട്ട് ഒത്തുപോകുന്ന തോന്നണേ. ഇവിടെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണേ. അവൾക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഓ ആണോ? അവൾക്ക് ഞാൻ നമ്പർ കൊടുക്കട്ടെ? കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. എന്തിന്? സംസാരിച്ചു നോക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അശ്വതിയായിരുന്നു. ആണോ? പക്ഷേ എൻ്റെ ആൾ ഞാൻ 2 ആഴ്ച മുന്നേ കണ്ടുപിടിച്ചു. ഓ അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ 2 ആഴ്ച വൈകില്ലേ? അതുകൊണ്ട് കാര്യമില്ല. ആളെൻ്റെ സങ്കല്പത്തിന് ചേർന്ന ആൾ തന്നെയാ. ആണോ? ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നാളെ വാ.
ഓ അത് വേണോ? ഞാൻ മൂടങ്ങ് പോയി. വായോ, അവൾ എന്നെക്കാളും മിടിക്കാന്നേ. ശരി, ഞാൻ വരാം. അപ്പം ഞാൻ നമ്പർ കൊടുക്കാണേ, ആയിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ വിളിക്കും. അപ്പം ശരി. ഓക്കെ, ശരി. ഹലോ, ഹലോ, ഗോകുലല്ലേ? അതെ, ആരാ? എൻ്റെ പേര് ശ്രുതി. ഞാൻ ഈ അശ്വതി പറഞ്ഞിട്ട് വിളിക്കുക. ആ ഓ, അശ്വതി പറഞ്ഞിരുന്നു. ഹാ മോനോ, വായോ മോനിരിക്കേ. ഒറ്റയ്ക്കുള്ളൂ? ആ, ഞാൻ ഒറ്റയ്ക്കാ. ആ ശരി. മോളെ ചായ എടുക്ക്. ശ്രുതി എന്ത് ചെയ്യുന്നു? ഞാൻ അടുത്ത ആഴ്ച ദുബായി പോകും. ദുബായിലോ? ആ, എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണല്ലോ. ഹസ്ബൻഡ് ദുബായിലോ? നാത്തൂനെ, ഇനി സസ്പെൻസ് വിളിക്കണ്ട, ഇങ്ങോട്ട് പോര്. ഇവള് 2 ആഴ്ച മുൻപേ മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. 2 ആഴ്ച മുമ്പോ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആൾ ഞാൻ 2 ആഴ്ച മുന്നേ കണ്ടുപിടിച്ചോന്ന്. അപ്പം എന്നെ 2 ആഴ്ച മുമ്പേ അറിയായിരുന്നോ? 2 ആഴ്ചയായി ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഓ, നിങ്ങൾ പോലും അറിയാതെ. ആ അമ്മ അവരോട് വരണ്ടാന്ന് പറ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്.